മർത്തോമാ സഭയിലെ ബറാബാസും സംഘവും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന റവറൻ ജോർജ് മാത്യുവിൻ്റെ കുടുംബം ആരാണ്? മർത്തോമാ സഭയിലെ ബറാബാസ് മെത്രാനും അയിരൂർ സെഹ്യോൻ മാർത്തോമാ പള്ളിയിലെ കുറെ തീവട്ടികളും ചേർന്ന് കോടികളുടെ വസ്തുവകൾ വ്യാജപ്രമാണം ചമച്ച് തട്ടിയെടുക്കുക മാത്രമല്ല 97 വയസ്സുകാരനായ റവറൻ ജോർജ് മാത്യു എന്ന വൈദികന്റെ മൃതദേഹം പോലും സംസ്കരിക്കാതെ ഒരാഴ്ചയിൽ പരം വെച്ച് അപമാനിച്ച ആ വൈദികന്റെ മകളെ പെന്തക്കോസ്തുകാരിയായി ചിത്രീകരിച്ച് അധിക്ഷേപിച്ച് വ്യക്തിഹത്യ ചെയ്യുന്നത് കണ്ട് ഈ കുടുംബത്തെ നന്നായി അറിയാവുന്ന ഇവരുടെ അയൽവക്കക്കാരനായ ഇപ്പോൾ അമേരിക്കയിൽ സെറ്റിൽഡായ ബിജു കുമ്പശ്ശേരിയിൽ പറയുന്നത് കേൾക്കുക. സുനിൽ സാറ്, ഞാൻ ബിജു കുമ്പശ്ശേരിൽ, മാവേലിക്കരയാണ് എൻ്റെ സ്വദേശം. എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് മാവേലിക്കര ടൗണിനകത്ത് തന്നെയാണ്. ഞങ്ങളുടെ തൊട്ട് അങ്ങേപ്പുറത്താണ് അച്ഛനും കൊച്ചമ്മയും. ഗ്രേസി കൊച്ചമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബിഷപ്പ് ഹോഡ്ജസ് ഹൈസ്കൂൾ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്ന ഒരു ഏറ്റവും നമ്മുടെ ഡോക്ടർ പി സി അലക്സാണ്ടർ, സി എം സ്റ്റീഫന് ഇവരൊക്കെ പഠിച്ച സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. വളരെ യോഗ്യതയും. അച്ഛനാണേലും മാവേലിക്കര പൊന്നുമൂട് അവിടുത്തെ അച്ഛനായിരുന്നു. അദ്ദേഹം ലേറ്റായിട്ടാണ് അമേരിക്ക വന്നത്. ഈ റേച്ചൽ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ MSc അതുപോലെ തന്നെ ഫിസിക്സ് PhD കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞിട്ട് അമേരിക്ക വന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ ഈ ബ്രദർ എന്ന് പറഞ്ഞാൽ എബിന്ന വീട്ടിൽ വിളിക്കുന്ന പേര്, മറ്റേ ജോർജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും. ഇവരൊക്കെ പഠിക്കാനൊക്കെ എൻ്റെ ജസ്റ്റ് സീനിയേഴ്സ് ആയിരുന്നു അവർ കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് സൺഡേ സ്കൂളിൽ പോകും, ഞങ്ങളെല്ലാം ഒരുമിച്ച് വരികയും. ഇവരുടെ അമ്മ CSI കാരിയാണ്, അമ്മയുടെ ജ്യേഷ്ഠത്തിയാണ് അമ്മു ടീച്ചർ എന്ന് പറയും. അവരുടെ ഹസ്ബൻഡ് ആലുവ UC കോളേജിൽ ബെഞ്ചമിൻ സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പലായിരുന്നു ആലുവ UC. അദ്ദേഹത്തിൻ്റെ മക്കളും IAS കാരും IFS കാരുമാണ്. അതുപോലെ തന്നെ ഈ റേച്ചലിൻ്റെ മദറിൻ്റെ ഓൾഡർ ബ്രദർ ആഗ്ര സെയിൻറ്റ് ജോൺസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ PI ഇറ്റേര എന്നാണ്. അദ്ദേഹത്തെ എനിക്ക് വളരെ നല്ലതായിട്ട്, ഞങ്ങൾ തൊട്ടയലത്തുകാരാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെ IIM-ൻ്റെ പ്രിൻസിപ്പലാണ്. അദ്ദേഹം ഇപ്പം മാവേലിക്കര താമസിക്കുന്ന ഡോക്ടർ ഇറ്റേര. അദ്ദേഹം ആഗ്ര യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. അത്ര റെപ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. പിന്നെ ഈ ജോർജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് തിരിച്ചു വന്ന് ഇവരുടെ തന്നെ വീട്ടുകാരാണ്. അപ്പം അവിടെ ഒരു വീട് വെച്ചിരുന്നു. ആ വീട് അദ്ദേഹം എങ്ങാണ്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവർ ഗേറ്റും വേറെ മതിലും ഒക്കെ കെട്ടി അങ്ങ് അടച്ചു. പിന്നെ ഈ മാർത്തോമാ സഭ എന്ന് പറഞ്ഞാൽ ഇത്ര ക്രൂരന്മാരായിട്ട് അദ്ദേഹത്തെ അദ്ദേഹം ഒരു വളരെ മൈൽഡും വളരെ നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് ഒരു 6 അടി പൊക്കം, 6 അടി കൂടുതൽ പൊക്കം കാണും. പക്ഷേ ഒരു വളരെ മൈൽഡ്, വളരെ പയസ്സായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഈ റേച്ചൽ, ഈ ചേച്ചിയാണേലും എനിക്ക് എൻ്റെ കുഞ്ഞുനാളിലും അറിയാവുന്ന, എൻ്റെ പേര് ബിജു കൊമ്പശ്ശേരിൽ. ഞങ്ങൾ ഫാമിലിയായിട്ട് തൊട്ടപ്പുറത്ത് എൻ്റെ അമ്മച്ചിയും അപ്പച്ചനും അവിടുത്തെ സാറുമാരായിരുന്നു. അതുപോലെ അവരെ എല്ലാവരും അറിയാം. എൻ്റെ അമ്മയെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, അമ്മയുടെ ആങ്ങളമാരെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളവരാണ്. ഈ റേച്ചൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ മദർ ഗ്രേസ് ടീച്ചർ എന്നായിരുന്നു, സാറാമ്മ ഇട്ടിയര എന്നായിരുന്നു അവരുടെ പേര്. ഈ അച്ഛനാണേലും വളരെ നല്ല മനുഷ്യനാണ്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അച്ഛൻ്റെ പ്രായം ഒരു 93 വയസ്സ് വരെയും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇച്ചിരി ക്ഷീണവും കിടപ്പുമൊക്കെ. അല്ലെങ്കിൽ അദ്ദേഹം ന്യൂയോർക്കിൽ നിന്നും പല മാർത്തോമാ ചെറിയ സഭകളിലൊക്കെ പോയി അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. വളരെ മിടുക്കനും വളരെ നല്ലൊരു മനുഷ്യനുമാണ്. പിന്നെ ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയുള്ളവരെ ഉപദ്രവിക്കാൻ നടക്കുന്നതെന്നും അത്യാർത്തി കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. അങ്ങനെയുള്ള ആൾക്കാരാണ്. അല്ലാതെ ഇവരൊക്കെ അവർ പെന്തക്കോസുകാരി ഒന്നുമല്ല. അവർ മാർത്തോമാ സഭയെ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ്. അവിടെ നല്ല സെൻഡ് ഓഫ് ഒക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹം ബോഡി. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അയിരൂര് കൊണ്ടുവന്ന് അടക്കണമെന്നുള്ളത്. കൊച്ചമ്മയെ അവിടെ അടക്കിയേക്കുന്നത് ഒരു 10-12 വർഷമായി മരിച്ചിട്ട്. വളരെ നല്ലൊരു സ്ത്രീയും വളരെ യോഗ്യതയും. അദ്ദേഹത്തിൻ്റെ ഇളയ ആങ്ങളെയാണ്. മാവേലിക്കര എല്ലാവർക്കും അറിയാം സാർ. അദ്ദേഹവും ബിഷപ്പ് ഹോഡ്ജസ് ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. ഞങ്ങളുടെയൊക്കെ വാദ്യ സാറുമാരായിരുന്നു. അപ്പോൾ ഇവരെല്ലാം വളരെ റെപ്യൂട്ടബിളും വളരെ വിദ്യാഭ്യാസവും. ഈ എബി എന്ന് പറഞ്ഞ ജോർജ് എന്ന് പറഞ്ഞ അദ്ദേഹം ആണെങ്കിലും പഠിക്കാനൊക്കെ വളരെ മിടുക്കനായിരുന്നു. നല്ല ഹൈ ഡിസ്റ്റിങ്ഷനിലൂടെ പാസ്സായ ഒരു വ്യക്തിയാണ്. വളരെ മൈൽഡായിട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ തല്ലുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സഭയും സഭയുടെ കുറേ ഗുണ്ടകളും ചേർന്ന്. ആ ഒരു വസ്തുക്കളെല്ലാം അവർ പിടിച്ചു വെച്ചിട്ട് ഇവരുടെ വസ്തുക്കളാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കള്ളന്മാർ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. ഇവരൊക്കെ ക്രിസ്ത്യാനികളാണോ? നമുക്ക് തന്നെ നാണം വരുന്നു. നമ്മുടെ വാഴൂർ മത്തായേക്കാളും വേഴ്സായിട്ടുള്ള ആൾക്കാരാണ് ഇവർ. എനിക്കിവരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു ഫാമിലിയെ അറിയാം. ഞങ്ങൾ ജനറേഷൻസായിട്ട് ഇവരുടെ വല്യപ്പച്ചനും മാവേലിക്കര ബിഷപ്പ് ഹോഡ്ജസ് ഹൈസ്കൂളിലെ
ഇട്ടിര സാർ എന്ന് പറയും, ചെറിയ ഇട്ടിര സാർ എന്ന് പറയും. അദ്ദേഹവും അവിടെ പഠിപ്പിച്ചിരുന്ന വളരെ റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ ഈ യുവമാരൊക്കെ പറയുന്നത് യുവമാർക്കൊന്നും ജീവിതത്തിലൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഡിത്തരമൊക്കെ ഇവർ വിളിച്ച് പറയുന്നത്. ഈ പുള്ളിക്കാരിയാണെങ്കിലും വളരെ നല്ല മൈൽഡായിട്ടുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, ഈ ഫാമിലിയെ മൊത്തം അറിയാം. ഇപ്പോൾ അറിയാമല്ലോ, അത്രയും വലിയ ആൾക്കാരാണ്. മാവേലിക്കര എല്ലാവർക്കും അറിയാം. ഗ്രേസ് ടീച്ചർ എന്നായിരുന്നു അവരുടെ പേര്. അവരുടെ ആങ്ങളെയാണല്ലോ അച്ഛസാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മാവേലിക്കരയുള്ള ആർക്കും ചോദിച്ചാലും മതി, അവർ പറഞ്ഞു തരും ഇവരാരാന്നുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.